ശ്രീ ശങ്കുട്ടി ദാസ്, ഈ പല തലമുറകളെ ചരിത്രബോധം വഴിതെറ്റിച്ചത് ആരാണ്? വിദേശികളെ മുട്ടുകുത്തിച്ചതിൻ്റെ ആഘോഷമാണല്ലോ സ്വാതന്ത്ര്യദിനം. പക്ഷേ അതിൻ്റെ തലേന്ന് അർദ്ധരാത്രി വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ്. വിദേശികളെ പറഞ്ഞയച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും വിഭജിക്കപ്പെട്ടതിലൂടെ വിദേശികളും സ്വദേശികളും പരസ്പരം ഉണ്ടായ രാഷ്ട്രവുമാണ്. ശങ്കുട്ടി ദാസ്, മ്യൂട്ട് മാറ്റാമോ? ഓക്കെയാണ്, പറയൂ. ഞാൻ ആദ്യത്തെ ഊഴത്തിൽ തന്നെ പറയാൻ ശ്രമിച്ച കാര്യം അതാണ്. ഇത് നമ്മുടെ ചരിത്ര നിർമ്മിതി മുതൽ ചരിത്രത്തിന്റെ പഠിപ്പിക്കൽ വരെയുള്ള പ്രശ്നങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആർ സി മജുംദാറിനെ പോലെ ഒരു പ്രഗത്ഭനായിട്ട് ചരിത്രകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിന്റെ ആജ്ഞാനുവർത്തിയായിരുന്ന താരാചന്ദ്രനെ പോലത്തെ ഒരു സെക്രട്ടറിയെ കൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്രം എഴുതിപ്പിക്കുകയും ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം 19ാം നൂറ്റാണ്ടിൽ മാത്രം അരങ്ങേറിയ ഒരു പ്രതിഭാസമാണെന്ന് വരുത്തി തീർക്കുകയും ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണെന്നുള്ള ധാരണ സൃഷ്ടിക്കുകയും ആ കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ട് നേതാക്കൾ മാത്രമാണെന്നുള്ള വ്യാജ നരേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്ര നിർമ്മിതിയുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത്. യഥാർത്ഥത്തിൽ നമ്മൾ ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നത് പോലെ തന്നെ ഓഗസ്റ്റ് 14 വിഭജന ദിനമായിട്ട്, കാരണം ഗ്രേറ്റസ്റ്റ് കാറ്റാസ്ട്രോഫി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഭവമാണ് ഈ വിഭജനം എന്ന് പറയുന്നത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാറ്റാസ്ട്രോഫിയാണ്. ഏതാണ്ട് 2 കോടിയിലേറെ ആളുകളാണ് മിസ്പ്ലേസ്ഡ് ആയി പോയത്. ഇതിനിടയിൽ മിസ്സിംഗ് ആയി പോയത് മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ്. ഈ വിഭജനവുമായി ബന്ധപ്പെട്ട കലാപങ്ങളിൽ കൊല്ലപ്പെടുന്നത് 10 ലക്ഷത്തിന് 20 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകളാണ്. ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിരുന്ന ട്രെയിനുകൾ അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ അതിൽ നിറയെ ശവശരീരങ്ങളാണ് ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ നിറയെ കബന്ധ കൂനകളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ശങ്കുട്ടി ദാസ്.